നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ഭാഗത്തിൽ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയിലെ സെൻസ് ഓർഗൻസ് എന്ന ഭാഗത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ഭാഗത്തിലെ ചെവിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ചെവിയെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? എന്താണ്? ഓട്ടോളജി എന്നാണ് കേട്ടോ. ഓട്ടോളജി എന്നാണ് ചെവിയെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചെവിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ള ഭാഗം, അതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഔട്ടർ ഇയർ അല്ലെങ്കിൽ ബാഹ്യകർണം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് എന്ത്? മധ്യകർണം, അതായത് മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഇനി വരുന്ന ഭാഗം ഏതാണ്? ഏറ്റവും ഉള്ളിലുള്ളത് ആന്തരകർണമാണ് കേട്ടോ. ആന്തരകർണം അഥവാ ഇന്നർ ഇയർ ആണ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ബാഹ്യകർണത്തിൽ, അതായത് വെളിയിലുള്ള ചെവിയുടെ ഭാഗത്തിൽ ഏതാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ചെവിക്കുട, അതായത് പിന്ന എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പോൾ എന്തിനാണ് ഈ പിന്ന സഹായിക്കുന്നത്? അതായത് ചെവിക്കുട എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? മാക്സിമം സൗണ്ടുകളെ പിടിച്ചെടുത്ത് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് എത്തിക്കാനാണ്. ഒരു ആംപ്ലിഫയർ പോലെ മാക്സിമം സൗണ്ടിനെ പിടിച്ചെടുത്ത് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് എത്തിക്കാനാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഒരു കനാൽ പോലെ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണ് എന്ത്? കർണനാളം എന്നറിയപ്പെടുന്നത്, അതായത് ഇയർ കനാൽ എന്നറിയപ്പെടുന്ന ഭാഗം. ഈ കർണനാളത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ടിംപാനം എന്നറിയപ്പെടുന്ന ഒരു പാളിയുള്ളത്. അപ്പോൾ ഇതൊരു ഡയഫ്രമാണ്, ഒരു പാടയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ബാഹ്യകർണം അഥവാ ഔട്ടർ ഇയറിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മധ്യകർണത്തിലേക്ക് കിടക്കാം. മധ്യകർണത്തിൽ കാണുന്ന 3 പ്രധാനപ്പെട്ട നമ്മുടെ കേൾവിശക്തി പോസിബിൾ ആക്കുന്ന, കേൾവിശക്തി സാധ്യമാക്കി തരുന്ന 3 പ്രധാനപ്പെട്ട ചെറിയ എല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന് പറയുന്ന 3 ചെറിയ അസ്ഥികളാണ് അത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ് കേട്ടോ, സ്റ്റേപ്പീസ് ആണ്. അപ്പോൾ നമ്മുടെ ബാഹ്യകർണത്തിൻ്റെ ഏറ്റവും അവസാനം നിൽക്കുന്ന എന്താണ്? ആ ഡയഫ്രവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് എന്ത്? ഈ മാലിയസ്. മാലിയസ് കഴിഞ്ഞ് അതിനെ തൊട്ട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ഇൻകസ്. ആ ഇൻകസിനെയും തൊട്ട് ചേർന്ന് കാണുന്ന അടുത്ത ഭാഗമാണ് എന്ത്? സ്റ്റേപ്പീസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകൃതിയൊക്കെ നമ്മൾ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ മാലിയസിൻ്റെ ആകൃതി എന്തായിരുന്നു? ചുറ്റികയുടെ ആകൃതിയാണ്. ഇൻകസിൻ്റെ ആകൃതി എന്താണ്? കൂടക്കല്ലിൻ്റെ ആകൃതിയാണ്. പിന്നെ സ്റ്റേപ്പീസിൻ്റെ ആകൃതി എന്തായിരുന്നു? കുതിരസവാരിക്കാരൻ്റെ പാദധാര, ആ ഒരു ആകൃതിയാണ്. അപ്പോൾ നമ്മുടെ ചെവി കാണുന്ന 3 ഡിഫറെൻ്റ് അസ്ഥികളാണ് എന്ത്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ. അപ്പോൾ നമ്മുടെ ചെവിയിൽ നിന്ന് ഒരു നാളി നമ്മുടെ ഗ്രസനിയിലേക്ക്, നമ്മുടെ വായുഭാഗത്തോട്ട് ഒരു നാളി ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാളിയെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയും കേട്ടോ. യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പോൾ എന്തിനാണ് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് നമ്മളെ സഹായിക്കുന്നത്? എന്തിനാണ് ഈ യൂസ്റ്റേഷ്യൻ നാളി നമ്മളെ സഹായിക്കുന്നത്? മർദ്ദം ക്രമീകരിക്കാനാണ് കേട്ടോ. മർദ്ദം, അതായത് പ്രഷർ ക്രമീകരിക്കാനാണ്.